പല സ്ഥലത്തും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സ്നേഹിച്ചുകൊണ്ട് ഞങ്ങൾ സ്വലാത്ത് ചൊല്ലുന്നു, സ്വലാത്ത് നടത്തുന്നു എന്നൊക്കെ പറഞ്ഞ് ഇവരുടെ സ്വലാത്ത് നഗറുകളിൽ ആളുകൾ തടിച്ചുകൂടുന്നു. അവിടെ വെച്ചതാ മുടന്തുള്ളവന്റെ മുടന്തു രോഗം മാറുന്നു. അതുപോലെ തന്നെ പല കറാമത്തുകളും വെളിവാകുന്നു. പലരും നേർച്ച പൈസ കൊടുക്കുന്നു. പല സ്ഥാപനങ്ങളുടെയും പല രൂപത്തിലുള്ള കറാമത്തുകളും പ്രചരിപ്പിക്കുന്നില്ലേ? എല്ലാം തട്ടിപ്പാണെന്നതിന് എന്താണ് നടന്നത് എന്ന് ഒരു സാമ്പിൾ കൂടി അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് പറയട്ടെ, ശ്രദ്ധിച്ചു കേട്ടോളൂ. ഞാൻ ഓർക്കട്ടെ, ഒറ്റക്കാലം ഞാൻ അവസാനിപ്പിക്കുന്നു. കൂലിക്കുഴിത്തങ്ങൾ നിങ്ങൾ കേട്ടിരിക്കില്ലേ? കൂലിക്കുഴിത്തങ്ങൾ ആരാണ്? ഈ കൂലിക്കുഴിത്തങ്ങൾ ആരാണ്? സ്വലാത്ത് നഗർ ഫസ്റ്റ് ആരംഭിച്ച തൃശ്ശൂർ ജില്ലയിൽ. ഈ കൂലിക്കുഴിത്തങ്ങൾ സ്വലാത്ത് ഇങ്ങനെ ആള് കൂടി വന്നു. ഇങ്ങനത്തെ കറാമത്താണ്, ഇമ്മാതിരി കറാമത്ത്. എങ്ങനെ പൊളിഞ്ഞത്? കറാമത്ത് പിടിച്ചു ആൾക്കാർ. എങ്ങനെ കറാമത്ത് പിടിച്ചത്? കൊല്ലത്ത് നിന്ന് ഒരു നാടകശാലയിൽ സ്ഥിരമായി അഭിനയിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ അഭിനയിക്കാൻ 2000 രൂപ കൊടുത്ത് അംഗവൈകല്യം ബാധിച്ച നിലയിൽ ഇയാൾ സ്വലാത്ത് നഗറിൽ കൊണ്ടുവന്നിരുത്തി. ഇയാളെങ്ങനെ കൊക്കുചാടി വരിക? നാടകത്തിൽ അഭിനയിക്കുന്ന ആ വിദഗ്ധൻ 2000 രൂപ കിട്ടുന്ന കാര്യമല്ലേ? ആൾ അംഗവൈകല്യത്തോടെ മുമ്പിൽ വന്നിരുന്നിട്ട് സ്വലാത്തിൽ കൂടി ദുആക്ക് പങ്കെടുത്തു. അംഗവൈകല്യത്തിന് വേണ്ടി പ്രത്യേക പ്രാർത്ഥന സുഹാഗമാണ്. ഇയാൾ ആ സദസ്സിൽ വന്നിരുന്ന ആൾക്കാർ കണ്ടിരുന്നു. ദുആട് കഴിഞ്ഞപ്പോൾ ഇയാളെ കാലിന് നേരെയായി ആരോഗ്യത്തോട് എണീറ്റ് ഓടാൻ തുടങ്ങിയ സദസ്സിൽ. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്, ഒരു 100 ശുക്ർ. നമ്മുടെ സ്വലാത്ത് കൊണ്ട് ഇദ്ദേഹത്തിന്റെ അംഗവൈകല്യം തത്സമയം സുഖപ്പെട്ടിരിക്കുന്നു. ഇത് ആളുകൾ പിടിച്ചു. ഇയാളെ കയ്യോട് കൂടി പിടികൂടിക്കൊണ്ട് യാഥാർത്ഥ്യം ജനസമൂഹത്തിൽ ബോധ്യപ്പെട്ടപ്പോൾ ആ മഹലിൽ നിന്ന് പുറത്താക്കി സ്വലാത്തിന്റെ പേരിലുള്ള ചൂഷണം കേട്ടോ. ഏതായി കൂലിക്കുഴി തങ്ങൾ? സഖാഫിയ. എന്തേ അവിടെ കാണിച്ച കറാമത്ത്? കൊല്ലത്ത് നിന്ന് 2000 രൂപ വാടക കൊടുത്തിട്ടൊരു നാടക നടനെ കൊണ്ടുവന്ന് വികലാംഗനായി അഭിനയിപ്പിച്ചിരുത്തിയിട്ട് സലാത്ത് ചൊല്ലിയിട്ട് ദുആ ചെയ്യിപ്പിച്ചപ്പോ വൈകല്യമൊക്കെ മാറിയിട്ട് സദസ്സിലൂടെ ഓടിപ്പിച്ചു. ആളുകൾ കയ്യോടെ പിടികൂടിയപ്പോ കാര്യം ബോധ്യമായി. ഓ തങ്ങന്മാരെന്ന് പറയുന്നവരെ, ഖലീൽ തങ്ങളെ, കൂരിക്കുഴി തങ്ങൾ തങ്ങളല്ലാന്ന് മറ്റോര് പറഞ്ഞിട്ടുണ്ട്. അതൊരു നല്ല കോയയാണ്, ദ്വീപിലെ നല്ല കോയ തങ്ങളെന്ന് പറഞ്ഞതാണ്. അത് തങ്ങളല്ല എന്ന് പുറത്തുള്ള ആളുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്തോ ആവട്ടെ, അതൊക്കെ നിങ്ങളായിക്കോ. നിങ്ങൾ എന്ത് തങ്ങളോ പെങ്ങളോ എന്തായാലും വേണ്ടില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ സ്വലാത്ത് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ സ്വലാത്ത് കച്ചവടം നടത്തുകയാണ്. ലൈവ് കാണിച്ച് ലൈവ് തട്ടിപ്പ് നടത്തുകയാണ്. അതാണ് നിങ്ങളുടെ സംസ്കാരം. അതുകൊണ്ട് നിങ്ങൾ ഇനി റസൂലുള്ളാഹിയുടെ മദ്ഹ് പറയണ്ട. അവിടുത്തെ മുടിയുടെ പ്രാധാന്യം ഞങ്ങളെ പഠിപ്പിക്കണ്ട. അവിടുത്തെ മുടിയുടെ പ്രാധാന്യം ഞങ്ങൾ ഹദീസിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ നേരത്തെ പറഞ്ഞ വിശേഷണങ്ങളുള്ള ആളുടെ മുടിയല്ലേ നിങ്ങൾ അമ്മുടിയാണെന്ന് പറഞ്ഞുകൊണ്ട് വിറ്റ് നടക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവുമില്ല അല്ലേ? നിങ്ങൾ തമ്മിൽ നിസ്സാരമായ പ്രശ്നങ്ങളെ ഉള്ളുവല്ലേ? പറയട്ടെ, ഇനി നിങ്ങളോട്